Hello guys, welcome to Techie Chat. This is Shihab Iqbal. നിങ്ങളോട് ഞാൻ ഓക്വേർഡായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? മേ ബി ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് വൈഫൈ യൂസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാറുണ്ട്? നിങ്ങൾ ഓരോ പ്രാവശ്യം വൈഫൈ ആക്സസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്ര പേരുടെ ഫോണിൽ വൈഫൈ ഐക്കൺ ഓൺ ആയിട്ടിട്ടുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേര് പബ്ലിക് വൈഫൈ, അതായത് ഓപ്പൺ വൈഫൈ എത്ര പേര് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്? മറ്റൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള വൈഫൈയുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം നിങ്ങളുടെ വൈഫൈ എന്തോരം സെക്യൂർഡ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? പ്രോബബ്ലി നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് വൈഫൈ എന്ന് വെച്ചാൽ വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ന് വിചാരിക്കുന്നെങ്കിൽ അതല്ല. കാരണം വൈഫൈ പാസ്വേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ടെക്നിക്കലി ഹോട്ട്സ്പോട്ട്സ് ആണ്. ഹോട്ട്സ്പോട്ട്സിനാണ് പാസ്വേഡ്സ് ഉള്ളത്, വൈഫൈക്കല്ല. റിസീവ് ചെയ്യുന്ന ആൾക്കല്ല പാസ്വേഡ്സ് ഉള്ളത്. അപ്പം അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിലെ. കീപ് മീ സപ്പോർട്ടിങ്. താങ്ക് യു. അപ്പോൾ വൈഫൈ ഓൺ ആയിരുന്നാൽ എന്താണ് പ്രശ്നം നിങ്ങൾക്കറിയാവോ? പ്രശ്നം എന്ന് വെച്ചാൽ വൈഫൈ ഓൺ ആയിരുന്നാൽ നമ്മുടെ ബാറ്ററി കുറയും, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പ്രശ്നം അതല്ല. നമ്മുടെ വൈഫൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം മൊബൈലിൽ വൈഫൈ ഓൺ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മെസ്സേജസ് എല്ലാം വരികയും ചെയ്യും. പക്ഷേ വൈഫൈക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈയുടെ നെറ്റ്വർക്ക് കണക്റ്റിവിറ്റി വരുന്നത് അതിൻ്റെ SSID നോക്കിയിട്ടാണ്. അപ്പം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ SSID നമ്മുടെ ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ പേരാണെങ്കിൽ അതേ പേരിലുള്ള വേറെ ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി അതിൽ കണക്റ്റഡ് ആവും. ഇഫ് ദ പാസ്വേഡ് അതിൽ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് വൈഫൈസ് നമ്മളെല്ലാം പോയി കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പബ്ലിക് വൈഫൈസ് എല്ലാം അതല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള വൈഫൈസ് എല്ലാം എത്രത്തോളം സെക്യൂർഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി നമ്മുടെ ഡാറ്റ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ വൈഫൈയുടെ പേര്, അതായത് ഇപ്പം പബ്ലിക് വൈഫൈസ് ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്ത് അവരുടെ പേരിന് പകരം അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ട് അതേ നെയിംസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി അതിൽ കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവുന്നതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പം അവർ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ തരുന്നതുകൊണ്ട് അവർക്ക് ഗുണമൊന്നുമില്ല. അവർക്ക് ഗുണമൊന്നും ഇല്ല എന്നല്ല, അവർക്ക് ഗുണമുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ തരുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നമുക്ക് തരുന്ന വൈഫൈ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അതായത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലൊക്കെ ആണെങ്കിൽ വയർഷാർക്ക് തുടങ്ങിയ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വൈഫൈ ഒരു ഹോട്ട്സ്പോട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അറ്റ് ദ ടൈം അതിൽ ആക്സസ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഇൻഫർമേഷൻ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ആ ഹോട്ട്സ്പോട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു പേ പാക്കേജ് സെറ്റ് ചെയ്യുക. ആ പേ പാക്കേജ് അല്ലെങ്കിൽ ഒരു മാൽവെയർ സെറ്റ് ചെയ്യും. ആ മാൽവെയർ നമ്മൾ എപ്പോഴൊക്കെ കണക്റ്റ് ആവുമോ അറ്റ് എ ടൈം അത് നമ്മുടെ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ആവും. ആ ഇൻസ്റ്റാൾ ആവുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ, അതൊരു സ്പൈവെയർ ആണ്, അത് അവരുടെ സിസ്റ്റത്തിലോട്ട് കോപ്പി ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളിത് അറിയത്ത് പോലുമില്ല. നമ്മൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യും, നെറ്റ് യൂസ് ചെയ്യും, നമ്മളതങ്ങ് പോവും. നമ്മുടെ ഡാറ്റ ഇത് ആക്സസ് ചെയ്യുന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് ഇതിപ്പം അവർ നമ്മുടെ ഡാറ്റ എടുക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു എങ്കിലും നമ്മുടെ വൈഫൈക്ക് ഒരു പ്രത്യേകമുണ്ട്. നമ്മുടെ വൈഫൈയിൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരു സിമ്മാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോണിലെടുത്തിട്ട് ഫോണിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ പോയി അവരിൽ നിന്നും ഗൂഗിളാണ് സെർച്ച് ചെയ്യുമെങ്കിൽ ഗൂഗിളിൻ്റെ സെർവറിൽ പോയി അത് തപ്പി എഴുതാൻ അതിൻ്റെ റിസൾട്ട് തിരിച്ചു വരും അറ്റ് എ ടൈം. അപ്പോൾ നമ്മൾ ഒരു വർക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈമിനുള്ളിൽ 3 അപ്ലോഡ്സ് ആൻഡ് ഡൗൺലോഡ്സ് ആണ് അവിടെ ഉണ്ടായത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ വർക്കും ഇൻ്റർനെറ്റിലോട്ട് പോകുന്നതും ഇൻഫർമേഷൻ വരുന്നതും കൂടി 3 പ്രാവശ്യം അറ്റ് എ ടൈം ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. അപ്ലോഡ്സും ഡൗൺലോഡ്സും നടക്കാറുണ്ട്, ഡൗൺ സ്ട്രീംസും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണത്തിന് പകരം 5 എണ്ണം, 5 മേ ബി 6 or 4, എനിക്ക് കറക്റ്റ് നമ്പർ അറിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിൽ നിന്നും
വൈഫൈയിലോട്ട് ഒരു സിഗ്നൽ പോവും. ആ വൈഫൈയിൽ നിന്നിട്ട് ISPക്ക് പോവും. ISP നിന്നിട്ടാണ് സെർവറിലോട്ട് പോവും. അങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഇപ്പം വൈഫൈയിൽ കണക്ട് ചെയ്ത ഉടനെ നമുക്കിപ്പോൾ ഫേസ്ബുക്കിലൊരു ഇൻഫർമേഷൻ വന്നു, അല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു എന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ISPയും അതായത് വൈഫൈയിലും കൂടി കടന്നു പോയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. ഇപ്പം നോർമൽ കേസുകളിൽ പബ്ലിക് വൈഫൈകളിൽ നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അതിനൊരു സ്റ്റോറേജ് ഡിവൈസ് ഇല്ല. പക്ഷേ നമുക്ക് നെറ്റ്വർക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഹാക്കറാണ് ഇപ്പം നിങ്ങൾക്കൊരു പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിലൂടെയാണ് നിങ്ങൾക്ക് വൈഫൈ വരുന്നത്. അതായത് നമ്മളിപ്പം നമ്മളത് ആക്സസ് യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ വന്നാൽ ആ സിസ്റ്റത്തിൽ രജിസ്റ്റേർഡ് ആവും. മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ IP അഡ്രസ്സ് അതിൽ സ്റ്റോർഡ് ആവും. അതായത് ആ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് സ്റ്റോർ ആവും. നമ്മുടെ വൈഫൈക്കിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈഫൈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇൻ്റർനെറ്റ് മാത്രമല്ല നമുക്ക് തരുന്നത്. മൾട്ടിപ്പിൾ ടൈപ്സ് ഉള്ള കൺട്രോളും ഫയൽ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വൈഫൈയിലൂടെ ഇപ്പം അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് ഈ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹാക്കറിന് എടുക്കാനുള്ള ആവശ്യം വരിക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അൺസെക്യൂർഡ് ആക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും കൂടുതലുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്.